മനസ്സിന് കുളിർമയുണ്ടാക്കുന്ന ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നതിനെയാണ് സ്കില്ല് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോന്നിനെയും ഏത് അർത്ഥത്തിലേക്ക്, ഏത് തലത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് പ്രധാനമാണ്. ഖുർആനിൽ ഒരു പ്രധാനപ്പെട്ട വാചകമാണ് ഖുലിഖൽ ഇൻസാനു ഡാഷ്. അത് പൂരിപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. ആണോ? സലാത്തുൽ ജമാഅത്ത് നിസ്കാരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമല്ലോ അല്ലേ? ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളും ജമാഅത്തായി നിസ്കരിക്കുന്നതിന് എത്ര തവണ കൂലിയുണ്ട്? 27 തവണ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജമാഅത്തായി നിസ്കരിക്കാൻ തോന്നലുണ്ടോ? ഉണ്ടല്ലേ? നമ്മൾ ജമാഅത്തായിട്ടേ നിസ്കരിക്കലുള്ളൂ? അല്ലല്ല. അപ്പം 27 തവണ ഉള്ളതിൻ്റെ സിസ്റ്റം ഉള്ളിൽ മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ ശീലമായി മാറണം. അതാണ് സ്കില്ല് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഞാൻ ഇതിലേക്ക് തിരിച്ചു വരാം. ഖുലിഖൽ ഇൻസാനു ലഈഫ എന്നാണ് വാചകം. സൃഷ്ടിപ്പിൽ തന്നെ ബലഹീനതയുള്ള ഏകജീവിയാണ് ആര്? നമുക്ക് കിബിറ് നടിക്കാനുള്ള ഓപ്ഷനൊന്നുമില്ല. കിബിറ് നടിക്കാനുള്ള ഓപ്ഷനൊന്നുമില്ല. സൃഷ്ടിപ്പിൽ തന്നെ ബലഹീനത ഉള്ള ആളുകളാണ് നമ്മൾ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഓരോ സ്കില്ലും ഇങ്ങനെ നേടിയിട്ടാണ് മേലോട്ട് പോരുക. ഒന്നും കൂടെ ഞാൻ പറയാം. ഒരു കാര്യം കഴിഞ്ഞു വെച്ചോളൂ. സാറ്റിസ്ഫൈഡ് ലൈഫ് ഈസ് ബെറ്റർ ദാൻ സക്സസ്ഫുൾ ലൈഫ്. സാറ്റിസ്ഫൈഡ് ലൈഫ് ഈസ് ബെറ്റർ ദാൻ സക്സസ്ഫുൾ ലൈഫ്. ഇത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ എന്നെ ഓർമ്മിപ്പിക്കണം കേട്ടോ. ഈ വാചകനെ ഓർമ്മിക്കണം. ഞാൻ മറന്നു പോകുന്ന വിചാരിച്ചു. നമ്മൾ ഈ സൃഷ്ടിപ്പിൽ തന്നെ നമ്മൾക്ക് ഈ ബലഹീനത ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങളൊരു പെൺകുട്ടി എന്നുള്ള നിലക്ക് ഇത് മനസ്സിലാക്കി വരുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സേഫായിരിക്കുന്നത് അമ്മയുടെ ഗർഭാശയത്തിലാണെന്നാണ്. മനസ്സിലായില്ലേ? അമ്മയുടെ ഗർഭാശയത്തിലാണ്. അവിടെ നമുക്ക് പ്രത്യേകമായ കാര്യങ്ങളൊന്നും ഇല്ല, പ്രത്യേക ചുമതലകളൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഒരു വയറു വഴി ഇങ്ങനെ കിട്ടും. ശ്വാസോച്ഛ്വാസം എല്ലാ സംവിധാനങ്ങളും അല്ലേ? അങ്ങനെ തന്നെയല്ലേ നമ്മൾ പഠിച്ച് അല്ലേ? അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഫിസിക്കൽ ബർത്ത് സംഭവിക്കുന്നതാണ് അല്ലേ? ഫിസിക്കൽ ബർത്ത് സംഭവിക്കും. പ്രസവം സംഭവിക്കുന്നു. പ്രസവം സംഭവിക്കുമ്പോൾ പ്രസവവേദന എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനമാണ് ജനനവേദന എന്ന് പറയുന്നത്. ജനനവേദന എന്ന് പറയുന്നത്. അപ്പം ഈ പ്രസവിച്ച് കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ സ്കിൽ ബേസ്ഡ് ആവും. അന്ന് മുതൽ നമ്മളെ സ്കില്ല് തുടങ്ങുന്നുണ്ട്. എങ്ങനെയാണ്? ഒന്നാമത്തത് ശ്വാസം എടുക്കണം. ഒരാൾ എനിക്ക് ഈ സ്കില്ല് വേണ്ടെന്ന് പറഞ്ഞിട്ട് മസിൽ പിടിച്ചെന്നാലോ വൈലാഹി അങ്ങനെ പോകും. എവിടേക്കെങ്കിലും ഇവിടെ പോവാം. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യണം ചോദിച്ചാൽ, ശ്വാസം എടുക്കുക എന്ന് പറയുന്നത് സംസാരിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. സംസാരിച്ച് തുടങ്ങുക. അപ്പോൾ നമ്മോട് ചോദിക്കാൻ, കുട്ടി കരഞ്ഞോന്നാ ചോദിക്കുക അല്ലേ? കരഞ്ഞോന്ന് ചോദിച്ചാൽ കുട്ടി ശ്വാസം എടുക്കാനുള്ള വ്യഗ്രതയുടെ പേരാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ വെളിച്ചത്തേക്ക് ഇങ്ങനെ കാണിക്കും. അടുത്ത ചുമതലയുണ്ട്. അതെന്താ? കണ്ണടക്കുക, തുറക്കുക. ഇപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ ചെറിയ കുട്ടി ഉണ്ടായാൽ ആദ്യം തന്നെ തോന്നും ഈ കുട്ടിക്ക് കോങ്കണ്ണാണ്. കാരണം 2 കൃഷ്ണമണി കാണപ്പെടെ അല്ലേ? അത് ലോകത്തെല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു കോങ്കണ്ണാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അത് പിന്നെ ഓരോന്നിലേക്ക് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് വന്ന് പോകണം. അതിൽ എഡ്യൂക്കേഷൻ ഫീൽഡിലും അതിനെ നമ്മളിങ്ങനെ താരതമ്യം ചെയ്ത് പോകുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ് ഒരു കുട്ടി ആദ്യം കമഴ്ന്നാണ് കിടക്കുന്നത്, മലർന്നാണ് കിടക്കുന്നത്? ആണോ? കമഴ്ന്നാണ് വരിക, മലർന്ന് കിടക്കും അല്ലേ? പിന്നെ ഈ കുട്ടി 3 മാസം കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഈ സംഗതി ഉണ്ടല്ലോ അല്ലേ? ഒരു മറിഞ്ഞ് ഇത് സ്കില്ല് ഉണ്ടാക്കുകയാണ്. മനസ്സിലായല്ലോ? മനുഷ്യന് ഈ കാര്യം മീനിനുണ്ടാവും, നമ്മളെ നാട്ടിലെ പശുവിനുണ്ടാവും, ഒരു സാധനത്തിനുമില്ല. അതൊക്കെ എന്ത് ചെയ്യണം? അതിനുള്ള ദാറ്റ് സ്കിൽ ഈസ് ഓൾറെഡി ദേർ. പടച്ചവൻ ആ സ്കില്ല് അവിടെ കൊടുത്തിട്ടുണ്ട്, അവിടെ ഉണ്ടത്. ഒരു മീന് മുട്ട പൊട്ടി പുറത്തേക്ക് വരികയോ പ്രസവം സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നീന്തുക എന്ന് പറയുന്ന സ്കില്ലിനെ അതിനെ പഠിപ്പിക്കണം. അതേസമയത്ത് ഞാനിതാ വലിയ ആളാണ്, ഞാൻ വലിയ കുട്ടിയായിന്, ഇന്നലെ മത്തി മുറിച്ചിട്ടുള്ളൂ, ഞാൻ നീന്താൻ പോവാണ് അറിയാലോ. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ നീന്തിയിട്ട് പോവാം. അവിടെ നമുക്ക് എന്ത് വേണം? എന്താണ് സ്കില്ലിന്റെ പേര്? നീന്തുക.
അപ്പൊ നമ്മളിങ്ങനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, ഈ കുറവ് നമുക്കുണ്ട്. ഈ കുറവ് നികത്തി പോകുന്നതിനാണ് സ്കിൽ ബേസ്ഡ് സിസ്റ്റം എന്ന് പറയാം നമ്മള്. അതായത് ഓരോന്നും സ്കില്ലാണ്. ഒരു കുട്ടി ഒരു ഉമ്മയുടെ മുല ഊമ്പി കുടിക്കുന്നത് ഒരു സ്കില്ലാണ്. ആ സ്കില്ല് നമ്മളിങ്ങനെ പഠിപ്പിച്ച് ഓരോന്നിനും അങ്ങനെ തന്നെ ചെയ്യാണ്. എല്ലാം അങ്ങനെ തന്നെയാണ് ജീവിതത്തിലൂടെ. ഞാനിതിങ്ങനെ നിങ്ങളൊരു പിന്നെ ലേഡീസ് കമ്മ്യൂണിറ്റി കൂടി ആയതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കി വരണം എന്നുള്ളതാണ്. അപ്പൊ അതിങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുന്നു, ഓരോ കാര്യങ്ങളെയും വരും. അപ്പൊ നമ്മളെ കുട്ടി ഇങ്ങനെ മലർന്ന് കിടന്ന് ഈ സ്കില്ല് വെച്ച് കഴുത്തുറച്ചിങ്ങനെ തല പൊക്കി ഇരിക്കാൻ ശ്രമിച്ചു. ഇരുന്ന സ്കില്ല് കിട്ടിയപ്പോൾ നിൽക്കാൻ ശ്രമിച്ചു അല്ലെ. നിന്ന് കോൺഫിഡൻസ് കിട്ടിയപ്പോൾ ഒരു വയസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കാൻ ശ്രമിച്ചു. നടന്ന കോൺഫിഡൻസ് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു, ഓടി അവിടെ എത്തി. അയൽപക്കത്ത് എത്തിയപ്പോഴാണ് ഒരു മുച്ചക്ര സൈക്കിൾ കണ്ട്. അപ്പൊ നമ്മളൊന്ന് പറഞ്ഞു, നമ്മളിങ്ങനെ കാണിച്ചു കൊടുത്തു. അതുവരെ നമ്മുടെ ഒരു വേറെ സ്കിൽ ഉണ്ടായിരുന്നു. ഒരു 2 വയസ്സ് വരെയൊക്കെ ഇപ്പൊ അങ്ങോട്ടേ പോയി നമ്മ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഭൂ പോയി എന്നാ പറയാ. വാട്ട് യു മീൻ ബൈ ആ സമയത്തുള്ള ഭൂ എന്താണ്? അതാണ് സ്കില്ലിന്റെ അടുത്തൊരു തലം എന്ന് പറയുന്നത്, അക്കാഡമിക്സിന്റെ അടുത്ത തലം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറയുന്ന ഈ ഭൂ എന്നുള്ളത് എൻ്റെ മോനുണ്ട്. അവനിപ്പോ 8 വയസ്സായിട്ടുള്ളൂ. ഓന് ഏകദേശം ഈ ദുനിയാവിലുള്ള എല്ലാ കാറിന്റെയും പേര് പറയും. പക്ഷെ ഓന് 2.5 വയസ്സിൽ എന്താ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറയാം, അത് കാറാണെന്നാ പറയാം. അത് ടൊയോട്ടന്റെ കാറാണ്. ഓൻ അതൊന്നും പോരാ, സ്പെസിഫിക് ആയിട്ട് പറയും, ഇതാണെന്ന് പറയും. മനസ്സിലായല്ലോ? ഓരോന്നും അങ്ങനെ തന്നെ. അപ്പൊ എവിടുന്ന ഇപ്പൊ മോൻ്റെ അടുത്ത് പോയത്? ഓക്കെ. ഏതായാലും അങ്ങനെ ഈ അടുത്ത വീട്ടിൽ ഈ മുച്ചക്ര സൈക്കിള് കാണുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം, അവിടെ അത് ഉപയോഗിക്കണം അല്ലേ. അത് ഉപയോഗിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ കുറവുള്ളത് കൊണ്ട് ഈ 3 ചക്രത്തിലാണ് നമ്മൾ പോവുക. കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ എന്ത് ചെയ്യും, ഒരു ചക്രം കട്ട് ചെയ്യാൻ പറയും. പിന്നെ 2 ചക്രത്തിലാണ്. ശ്രദ്ധിച്ചു നിങ്ങള്? നമ്മളെല്ലാവരും ആ സമയത്ത് അങ്ങനെ ഒരാളിങ്ങനെ പിടിച്ച് ഈ കുറവിങ്ങനെ നികത്തി. ഇത് ആകെപ്പാടെ കൺഫ്യൂഷൻ ആവും. ആദ്യമായിട്ട് ഡ്രൈവിംഗ് ഒരു സ്കില്ലാണ്. ഡ്രൈവിംഗ് ആദ്യം പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ബൈക്കായിട്ട് പോവുകയാണെങ്കിലും ഈ നല്ല വീതിയുള്ള റോഡാണെങ്കിലും അയാൾക്ക് വീതി തോന്നൂല. അതാണ് സ്കിൽ അസസ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നം. സ്കിൽ കൃത്യമായിട്ടില്ലെങ്കിൽ പ്രശ്നം അതാണ്. അപ്പൊ അയാള് വണ്ടിയിട്ട് പോവുകയാണെങ്കിൽ എല്ലാവരോടും പറയും, നിങ്ങൾ പോയിക്കോളി, ഞാൻ സാവകാശം വരാം. ഇത് പണ്ടാര പറഞ്ഞാൽ വീഴുന്നതൊക്കെ ആൾക്കാർ കാണുകൊടുത്തു പോകും. എന്നാലും നമ്മൾ എഴുന്നേറ്റിട്ട് ചെയ്യും, എല്ലാവരും പോയി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഇതേ ആള് കുറച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ്, ഇതേ ആളെന്തെങ്കിലും ഇവിടെ ഇങ്ങനെ മൊബൈലും വെക്കും, ഈ ഗിയർ മാറ്റും, എടാ ഹായ് എന്ന് പറയും, ഇങ്ങനെ പോകൂ അല്ലെ. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോണം. ഇത് സ്കിൽ അക്വയർ ചെയ്യുമ്പോഴുള്ള, ഇതൊക്കെ നമുക്ക് ആദ്യം തന്നെ ജനിച്ചപ്പോഴുള്ളതാണോ? അല്ല. അപ്പൊ നമ്മളെന്ന് പറയുന്ന കാറ്റലോഗ് ഉണ്ട്. മനുഷ്യന്റെ ഒരു കാറ്റലോഗിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ സ്കിൽ എഡ്യൂക്കേഷൻ പ്രധാനമാണെന്നാണ്. ഈ പ്രോഡക്റ്റുകൾക്ക് കാറ്റലോഗ് ഉണ്ടാവില്ല. ഈ മൈക്കിനൊരു കാറ്റലോഗ് ഉണ്ട്, മൊബൈൽ ഫോണുകൾക്ക് കാറ്റലോഗ് ഉണ്ട്. ഈ കാറ്റലോഗിൽ എന്തുണ്ടാവും, എഴുതിയിട്ടുണ്ടാവും, ഇത് ഇത്ര സമയം ഉപയോഗിക്കണം, ഇങ്ങനെ ഉപയോഗിക്കണം, ഇത്ര ഉപയോഗിച്ചാൽ ഇങ്ങനെ സംഭവിക്കുന്നില്ല. നിർഭാഗ്യവശാൽ മനുഷ്യക്കുഞ്ഞെന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ കൂടെ കാറ്റലോഗ് കിട്ടുന്നുണ്ടോ? നമ്മള് കാറ്റലോഗ് കിട്ടുകയാണ് വളരെ സുഖമാണ്. ആ സ്കില്ലൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ മതി അല്ലേ. ഈ കുട്ടി ഇങ്ങനെ നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കാറ്റലോഗ് തന്നെ നോക്കിയിട്ടാണ് ഈ കുട്ടി പോലീസാവും. വളരെ സുഖമാണ്. ഈ കുട്ടി കള്ളനാവുന്ന അതിലുണ്ടെങ്കിലോ, കള്ളനാക്കാതിരുന്നാൽ പോരെ അല്ലേ, വളരെ സുഖമാണ്. പക്ഷെ നമ്മളെ തൊട്ടുള്ള അങ്ങനെ ഉണ്ടോ? അപ്പൊ എന്താണ് ഈ ജി അക്കാഡമി എന്നൊക്കെ പറയുന്നത്? എന്താണ്? നിങ്ങളുടെ ഈ സോഫ്റ്റ്വെയറിനെ നിങ്ങളുടെ ഈ ഒരു പിന്നെ ഈ എന്താ പറയാ, നമ്മുടെ ഈ ജീവിതത്തെ കൃത്യമായിട്ടുള്ള ഒരു മേഖലയിലേക്ക് ഇങ്ങനെ ആ ഡെവലപ്മെന്റിന്റെ പ്രോഗ്രസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. അതാണ് എഡ്യൂക്കേഷൻ.